വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീരാഗ് ഭക്തപ്രിയം. നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം +2 മാക്രോ എക്കണോമിക്സിലെ രണ്ടാമത്തെ അധ്യായമായ നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ്, ദേശീയ വരുമാനം കണക്കാക്കൽ എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് മുൻകാല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് മുൻകാല പരീക്ഷകളിൽ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യന് 2018 സേ ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷന് 8 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. സം മാക്രോ ഇക്കണോമിക് അഗ്രിഗേറ്റ്സ് ആർ ഗിവൺ ബിലോ. മാക്രോ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ താഴെ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് താഴെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് 2 ഓപ്ഷനുണ്ട്. ഓപ്ഷൻ എ, ഐഡൻറ്റിഫൈ ദ 3 മെത്തേഡ്സ് ഫോർ മെഷറിംഗ് നാഷണൽ ഇൻകം. ദേശീയ വരുമാനം കണ്ടെത്താനുള്ള 3 രീതികൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആ 3 രീതികൾ എഴുതിയാൽ 3 മാർക്ക് നമുക്ക് കിട്ടും. ഏതൊക്കെയാണ് ആ 3 രീതി ദേശീയ വരുമാനം കാണാനുള്ള? 1 ഉൽപ്പന്ന രീതി, പ്രൊഡക്റ്റ് മെത്തേഡ്. 2 ചെലവ് രീതി, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. 3 വരുമാന രീതി, ഇൻകം മെത്തേഡ്. ഇത്ര എഴുതിയാൽ നമുക്ക് 3 മാർക്ക് കിട്ടും. ഇനി ഓപ്ഷൻ ബി, കാൽക്കുലേറ്റ് GDP ഫ്രം ദി എബോവ് ഡാറ്റ ബൈ യൂസിങ് എനി 2 മെത്തേഡ്സ്. GDP കണ്ടെത്താൻ ഈ മുകളിൽ കൊടുത്തിരിക്കുന്ന ഡാറ്റ പട്ടിക പ്രകാരം ഏതെങ്കിലും GDP കാണാനുള്ള, ദേശീയ വരുമാനം കാണാനുള്ള 2 മെത്തേഡ് ഉപയോഗിച്ചിട്ട് GDP കണ്ടെത്തുക. ഈ 2 മെത്തേഡ് ഉപയോഗിച്ചിട്ട് GDP കണ്ടെത്തിയാൽ നമുക്ക് 5 മാർക്ക് കിട്ടും. അങ്ങനെ 5 3 8 മാർക്കാണ് ഈ ചോദ്യത്തിൻ്റെ ആൻസർ എഴുതിയാൽ നമുക്ക് കിട്ടുക. അപ്പോൾ ബിയുടെ ഉത്തരമായിട്ട് നമുക്ക് GDP എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരവും ഇൻകം മെത്തേഡ് പ്രകാരവും നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് GDP കണ്ടെത്താം. എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം നമുക്കറിയാം GDP കാണാനുള്ള ഇക്വേഷൻ ഇങ്ങനെയാണ്. GDP = C+I+G+X-M എന്നാണ് ഇക്വേഷൻ. നമുക്ക് C ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ആണ്. I നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ആണ്. G തന്നിട്ടുണ്ട് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ആണ്. X എക്സ്പോർട്ടാണ്. M ഇമ്പോർട്ടാണ് എന്ന് തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ ഈ ഇക്വേഷനിക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ C 400 ആണ്, I 300 ആണ്, G 200 ആണ്, X 250 ആണ്, M 150 ആണ്. അപ്പോൾ GDP കാണാനുള്ള ഇക്വേഷനിക്ക് ഈ എമൗണ്ടുകൾ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരിക? GDP = 400 + 300 + 250 - 150 എന്നാണ് വരിക. അപ്പോൾ GDP നമുക്ക് ഈ മെത്തേഡ് പ്രകാരം 1000 എന്ന് കിട്ടും. 1000 കോടിയാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം നമുക്ക് GDP കിട്ടുന്നത്. ഇനി നമുക്ക് ഇൻകം മെത്തേഡ് പ്രകാരവും ഈ ഒരു ടേബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് GDP കണ്ടെത്താം. ഇൻകം മെത്തേഡ് പ്രകാരം GDP കാണാനുള്ള ഇക്വേഷനാണ് GDP = W + R + IN + P എന്നാണ് ഇക്വേഷൻ. W എന്ന് പറഞ്ഞാൽ വേജ് ആണ്, R എന്ന് പറഞ്ഞാൽ റെൻ്റ് എന്നാണ്, IN എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് എന്നാണ്, P എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ്. ഇതൊക്കെ നമുക്ക് ടേബിളിൽ തന്നിട്ടുണ്ട്. വേജ് 350 ആണ്, റെൻ്റ് 300 ആണ്, IN ഇൻട്രസ്റ്റ് 150 ആണ്, P പ്രോഫിറ്റ് 200 ആണ്. ഇനി നമുക്ക് നേരിട്ട് ഇക്വേഷനിക്ക് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ GDP എന്നത് നമുക്ക് ഇങ്ങനെ കിട്ടുക: GDP = 350 + 300 + 150 + 200 = 1000 എന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഈ എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരവും ഇൻകം മെത്തേഡ് പ്രകാരവും നമ്മൾ GDP കണ്ടെത്തുക. അടുത്ത ക്വസ്റ്റ്യന് 2017 മാർച്ച് പബ്ലിക് എക്സാമിന് 3 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ എ സ്റ്റോക്ക് ആൻഡ് ഫ്ലോ വേരിയബിൾസ്, ഇല്ലുസ്ട്രേറ്റ് വിത്ത് എക്സാമ്പിൾ. സ്റ്റോക്കും ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ശേഖരവും പ്രവാഹവും തമ്മിലുള്ള വ്യത്യാസം എഴുതാനും, അതുപോലെ ശേഖരത്തിനും പ്രവാഹത്തിനും സ്റ്റോക്കിനും ഫ്ലോയ്ക്കും എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം എന്താണ് സ്റ്റോക്ക് എന്ന് നമ്മൾ അറിയണം. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ശേഖരമാണ്. ഒരു നിശ്ചിത സമയബിന്ദുവിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ അളക്കാൻ പറ്റുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? സ്റ്റോക്ക് എന്ന് വിളിക്കും, ശേഖരം എന്ന് വിളിക്കും.
ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവിൽ അളക്കാൻ പറ്റുന്നതാണ്. ഒരു പർട്ടിക്കുലർ ഡ്യൂറേഷനിൽ, ഒരു പർട്ടിക്കുലർ പീരിയഡിൽ അളക്കാൻ പറ്റുന്നതാണ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ശേഖരം ഒരു നിശ്ചിത സമയബിന്ദുവിൽ അളക്കാൻ പറ്റുന്നതായിരുന്നുവെങ്കിൽ പ്രവാഹം എന്താണ്? ഒരു നിശ്ചിത കാലയളവിൽ, ഒരു പീരിയഡിൽ അളക്കാൻ പറ്റുന്നതാണ്. ശേഖരത്തിനും പ്രവാഹത്തിനും ഉദാഹരണമാണ് സ്വർണത്തിൻ്റെ വില 3/10/2020 പ്രകാരം ഒരു പവന് 37,800 എന്ന് പറയുമ്പോൾ ഇതൊരു സ്റ്റോക്കാണ്. ഇതൊരു പർട്ടിക്കുലർ ടൈമിലെയാണ് പറയുന്നത്. ഇനി ഇത് സ്റ്റോക്കാണ്. ഇനി ഫ്ലോക്ക് എക്സാമ്പിളാണ്. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് സ്വർണത്തിൻ്റെ വില പവന് 15,000 രൂപയിൽ കൂടി. ഇതൊരു ഫ്ലോയാണ്. അപ്പോൾ ഫ്ലോ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ഡ്യൂറേഷൻ ഉണ്ടായിരിക്കും, ഒരു കാലയളവ് ഉണ്ടായിരിക്കും. ഇതാണ് സ്റ്റോക്കും ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസം. അടുത്ത ക്വസ്റ്റിന് 2019 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 8 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അനലൈസ് ദി 3 ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം അല്ലെങ്കിൽ ദേശീയ വരുമാനം കണ്ടെത്താനുള്ള 3 മെത്തേഡുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ 3 മെത്തേഡ് പ്രകാരവും GDP കണ്ടെത്തിയിരുന്നു. പാർട്ട് 2 വീഡിയോയിൽ, ഈ ചാപ്റ്ററിൻ്റെ പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ GDP കാണാനുള്ള 3 മെത്തേഡിനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. ഏതൊക്കെയാണ് മെത്തേഡ്? 1 പ്രൊഡക്റ്റ് മെത്തേഡ്, 2 എക്സ്പെൻഡിച്ചർ മെത്തേഡ്, 3 ഇൻകം മെത്തേഡ്. ഈ 3 മെത്തേഡിനെ കുറിച്ചിട്ടും ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസറായിട്ട് എഴുതണം. ആ 3 മെത്തേഡ്, അതിൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ എഴുതുന്നത് നന്നായിരിക്കും. അപ്പോൾ ആ GDP കാണാനുള്ള 3 മെത്തേഡിനെ പറ്റിയാണ്, ഈ പ്രൊഡക്റ്റ് മെത്തേഡിനെ പറ്റിയും എക്സ്പെൻഡിച്ചർ മെത്തേഡിനെ പറ്റിയും ഇൻകം മെത്തേഡിനെ പറ്റിയുമാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യന് 2018 മാർച്ച് പബ്ലിക് എക്സാമിന് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഫോളോയിങ് ഡാറ്റ ഷോസ് ദ ലെവൽ ഓഫ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ആൻ എക്കോണമി ഡ്യൂറിങ് എ പർട്ടിക്കുലർ ഇയർ, കാൽക്കുലേറ്റ് GDP. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക ഡാറ്റ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഒരു പർട്ടിക്കുലർ ഇയറിലെ ടോട്ടൽ എക്സ്പെൻഡിച്ചറാണ്, മൊത്ത ചെലവാണ് തന്നിട്ടുള്ളത്. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് GDP കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താഴെ നമുക്ക് ഒരു പട്ടിക തന്നിട്ടുണ്ട്. ഐറ്റം കോളം RS ഇൻ ക്രോർ എന്ന് പറയുന്ന 2 കോളുണ്ട്. ഐറ്റം കോളത്തിൽ പ്രൈവറ്റ് ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ C എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഗവൺമെൻറ് കൺസപ്ഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ G എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. പ്രൈവറ്റ് ഫൈനൽ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ I, എക്സ്പോർട്ട് X, ഇമ്പോർട്ട് M എന്നിങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പട്ടിക അടിസ്ഥാനപ്പെടുത്തി നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും, ഇത് എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം GDP കാണാനുള്ള ഐറ്റംസ് ആണ് നമുക്കിതിൽ തന്നിട്ടുള്ളത്. കാരണം എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം GDP കാണാനുള്ള ഇക്വേഷൻ എങ്ങനെയാണ്? GDP is equal to C plus I plus G plus X minus M എന്നാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് പ്രകാരം GDP കാണാനുള്ള ഇക്വേഷൻ. ഇനി ഈ മെത്തേഡ് പ്രകാരം നമുക്ക് GDP കണ്ടുപിടിക്കാം. ഇവിടെ C എന്ന് പറയുന്നത് 6,500 കോടിയാണ്, I എന്ന് പറയുന്നത് 4,000 കോടിയാണ്, G എന്ന് പറയുന്നത് 5,000 കോടിയാണ്, X എന്ന് പറയുന്നത് 600 കോടിയാണ്, M എന്ന് പറയുന്നത് 900 കോടിയാണ്. ഇനി ഈ ഇക്വേഷനിക്ക് നമ്മൾ ഈ എമൗണ്ടുകൾ, ഈ സംഖ്യകൾ അപ്ലൈ ചെയ്യുമ്പോൾ 6,500 പ്ലസ് 4,000 പ്ലസ് 5,000 പ്ലസ് 600 മൈനസ് 900 എന്നാണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് GDP 15,200 എന്ന് കിട്ടും. 15,200 കോടിയാണ് GDP കിട്ടുക. അപ്പോൾ ഇങ്ങനെയാണ് GDP കണ്ടെത്തുക. അടുത്ത ക്വസ്റ്റ്യന് 2020 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ സിമ്പിൾ എക്കോണമിയുടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ലളിതമായ സമ്പദ് വ്യവസ്ഥയിൽ വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹത്തിനെ കാണിക്കുന്ന ഒരു ചിത്രം നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ A, കംപ്ലീറ്റ് ദ ഗീവൺ ഡയഗ്രാം. ഈ തന്നിട്ടുള്ള ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ B, മാർക്ക് റിയൽ ഫ്ലോ ആൻഡ് മണി ഫ്ലോ. യഥാർത്ഥ പ്രവാഹവും പണപ്രവാഹവും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഡയഗ്രാം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഡയഗ്രാം കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഒരു പിക്ചറാണ് നിങ്ങൾക്ക് തൊട്ടടുത്ത് കാണുന്നത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ ആൻസർ.
2 ബി മാർക്ക് റിയൽ ഫ്ലോ ആൻഡ് മണി ഫ്ലോ, യഥാർത്ഥ പ്രവാഹവും പണത്തിൻ്റെ പ്രവാഹവും രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥ പ്രവാഹം റിയൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ കൈമാറ്റം ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഇതിൽ റിയൽ ഫ്ലോ എന്ന് പറയുന്നത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, അതാണ് ഒരു റിയൽ ഫ്ലോ. മറ്റൊരു റിയൽ ഫ്ലോയും കൂടി ഉണ്ട്, സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇനി മണി ഫ്ലോ ഇതേപോലെ തന്നെ 2 തരത്തിലുണ്ട്. പണം കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് മണി ഫ്ലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മണി ഫ്ലോ എന്ന് പറയുന്നത്, ഒന്നാമത്തെ മണി ഫ്ലോ റെൻറ്റ്, വേജസ്, ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ്. അതുപോലെ രണ്ടാമത്തെ മണി ഫ്ലോയാണ് സപ്ലൈ ഓഫ് മണി ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ അതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യന് 2016 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷന് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റോക്ക് വേരിയബിൾസ് ആൻഡ് ഫ്ലോ വേരിയബിൾസ് വിത്ത് എക്സാമ്പിൾസ്. ശേഖരവും പ്രവാഹവും തമ്മിലുള്ള വ്യത്യാസം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് എക്സാമ്പിളും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ, എന്താണ് ശേഖരം എന്ന് പറഞ്ഞാൽ, അതൊരു നിശ്ചിത ബിന്ദുവിൽ, സമയബിന്ദുവിൽ അളക്കാൻ കഴിയുന്നതായിരിക്കും. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ, ശേഖരം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത സമയബിന്ദുവിൽ അളക്കാൻ പറ്റുന്നതാണ്. ഉദാഹരണം, 1/10/2020 പ്രകാരം എൻ്റെ ബാങ്ക് ബാലൻസ് 20,000 രൂപ എന്ന് പറയുമ്പോൾ ഇതൊരു സ്റ്റോക്കാണ്. കാരണം ഇതൊരു നിശ്ചിത സമയബിന്ദുവിലെയാണ് പറയുന്നത്. ഇനി ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ അളക്കാൻ പറ്റുന്നതായിരിക്കും ഫ്ലോ അല്ലെങ്കിൽ പ്രവാഹം. ഒരു നിശ്ചിത കാലയളവിൽ പറയുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? ഫ്ലോ എന്ന് വിളിക്കും, പ്രവാഹം എന്ന് വിളിക്കും. ഉദാഹരണം, കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ബാങ്ക് ബാലൻസിൽ, എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ 1000 രൂപ പലിശ എനിക്ക് കിട്ടി. കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ 1000 രൂപ പലിശ കിട്ടി. ഇങ്ങനെ ഇത് പറയുമ്പോൾ ഇതെന്താണ്? ഇതൊരു നിശ്ചിത ഒരു കാലയളവിലെയാണ് പറയുന്നത്, ഒരു ഡ്യൂറേഷനിലെ, ഒരു പീരിയഡിലെയാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ഫ്ലോയാണ്. അപ്പോൾ ഇതാണ് സ്റ്റോക്കും ഫ്ലോയും തമ്മിലുള്ള വ്യത്യാസം. സ്റ്റോക്ക് എന്ന് പറയുന്നത് ഒരു നിശ്ചിത സമയബിന്ദുവിലെ ആയിരിക്കും, ഫ്ലോ എന്ന് പറയുന്നത് നിശ്ചിത കാലയളവിലെ ആയിരിക്കും. 1/10/2020 പ്രകാരം എൻ്റെ ബാങ്ക് ബാലൻസ് 20,000 രൂപ എന്ന് പറയുമ്പോൾ ഇതൊരു സ്റ്റോക്കാണ്, ഇതൊരു ശേഖരമാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ 1000 രൂപ എനിക്ക് പലിശ കിട്ടി എന്ന് പറയുമ്പോൾ ഇതൊരു ഒരു ഫ്ലോയാണ്, ഇതൊരു പ്രവാഹമാണ്. കാരണം ഇതൊരു ഡ്യൂറേഷനിലെയാണ് പറയുന്നത്, ഒരു കാലയളവിലെയാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റോക്കും ഫ്ലോയും, അത് തമ്മിലുള്ള വ്യത്യാസം. അടുത്ത ക്വസ്റ്റ്യന് 2016 മാർച്ച് പബ്ലിക് എക്സാമിന് 4 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. സപ്പോസ് ഇൻ എ 2 sector ഇക്കോണമി ഗുഡ്സ് വർത്ത് ₹150 crore are produced and income generated is also equal to ₹150 crore. Draw circular flow of economic activity in this economy and explain. നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു ലളിതമായ സമ്പദ് വ്യവസ്ഥയുടെ അല്ലെങ്കിൽ 2 മേഖലകളുള്ള 2 സെക്ടറുകളുള്ള സമ്പദ് വ്യവസ്ഥയുടെ ഒരു എക്സാമ്പിളാണ് തന്നിട്ടുള്ളത്. ഈ ഒരു സമ്പദ് വ്യവസ്ഥയിൽ, ഈ ഒരു 2 sector എക്കോണമിയിൽ, ഈ ഒരു ദ്വിമേഖല സമ്പദ് വ്യവസ്ഥയിൽ 150 കോടി രൂപയുടെ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന് തുല്യമായിട്ട് 150 കോടി രൂപയുടെ ഇൻകവും ജനറേറ്റ് ചെയ്യുന്നുണ്ട്, വരുമാനം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ 2 സമ്പദ് വ്യവസ്ഥയിൽ നമുക്കറിയാം, 2 മേഖലകളുള്ള സമ്പദ് വ്യവസ്ഥയിൽ ഏതൊക്കെയാണ് 2 മേഖലകൾ? 2 sector എക്കണോമിയിലെ 2 സെക്ടറുകൾ ഏതൊക്കെയാണ്? ഒന്ന് ഹൗസ് ഹോൾഡ് സെക്ടറും 2 ഫേം സെക്ടറും. ഗാർഹിക മേഖലയും സ്ഥാപന മേഖലയും. ഗാർഹിക മേഖലയും സ്ഥാപന മേഖലയും ഹൗസ് ഹോൾഡ് സെക്ടറും ഫേം സെക്ടറും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് എന്നാണ് ഈ ഒന്നാമത്തെ ഒരു സെൻറ്റൻസിൽ പറയുന്നത്. പിന്നീട് പറയുന്നത് ഡ്രോ എ സർക്കുലർ ഫ്ലോ ഓഫ് ഇക്കണോമിക് ആക്ടിവിറ്റി ഇൻ ദിസ് എക്കോണമി ആൻഡ് എക്സ്പ്ലെയിൻ. ഈ ഒരു സമ്പദ് വ്യവസ്ഥയിലെ, അതായത് 2 sector എക്കോണമിയിലെ ലളിതമായ സമ്പദ് വ്യവസ്ഥയിലെ, 2 മേഖലകളുള്ള സമ്പദ് വ്യവസ്ഥയിലെ വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം വരയ്ക്കാനും അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് നമ്മൾ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ സിമ്പിൾ എക്കോണമി എന്നൊരു ഭാഗം നമ്മൾ
ഈ ചാപ്റ്ററിൻ്റെ പാർട്ട് 2 വീഡിയോയിൽ എടുത്തിരുന്നു. ആ ഭാഗമാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ആ വീഡിയോ കണ്ടാൽ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ സിമ്പിൾ എക്കോണമി എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് കണ്ടാൽ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ക്ലാസ്സിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു.